ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ടു ഡു ലിസ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണോ? അതായത് ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നു, അത് ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്യുന്നു, അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു. ഇങ്ങനെ എഴുതിയിട്ടുള്ള ടു ഡു ലിസ്റ്റുകൾ നിങ്ങൾ എത്ര ദിവസം ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ടു ഡു ലിസ്റ്റിൽ എഴുതുന്ന ടിക്കുകളുടെ എണ്ണം കുറഞ്ഞു വരികയും ഗ്രാജുവലി നമ്മൾ ടു ഡു ലിസ്റ്റുകൾ എഴുതാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് കടന്ന് ഉറങ്ങേണ്ടതായിട്ട് വരും. സോ ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത് ഒരു വലിയ ലൈഫ് ചേഞ്ചിങ് പ്ലാനറാണ് ആർ പി എം. ആർ പി എമ്മിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ടോണി റോബിൻസൺ ആണ് ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റാപ്പിഡ് പ്ലാനിംഗ് മെത്തേഡ്. നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പുറമേ നോക്കുന്നവർക്ക് അത് ചെറിയ സ്വപ്നങ്ങളായിരിക്കാം, ഒട്ടും വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. പക്ഷേ നമ്മൾ പല സമയത്തും ചെയ്യാൻ ശ്രമിച്ചിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പുറകോട്ട് പോകേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ആർ പി എം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുവഴി എനിക്ക് ഒരുപാട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട്. ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ലേസിയാണ്, മടിയാണെന്നൊക്കെ. പക്ഷേ മടിയുള്ള ഒരാൾക്കൊരു ഹൗസ് വൈഫ് ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനോ ഒന്നും സാധിക്കില്ല. കാരണം നമ്മളൊരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിലും അതല്ല ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണെങ്കിലും ആരും ആയിക്കോട്ടെ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ലൈഫിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല? ഒരു വീട് നല്ല രീതിയിൽ പണിയണമെന്നെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ പ്ലാൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വന്നും പോയും ഒക്കെ നിൽക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമല്ല. അതിന് മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ നമ്മളുടെ ലക്ഷ്യം നമുക്ക് എത്രത്തോളം പ്രധാനമാണോ, അതിനൊരു പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആർ പി എം നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യം. ടോണി റോബിൻസിനെ കുറിച്ചും ആർ പി എമ്മിനെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഈ ആർ പി എം മെത്തേഡ് എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം, നമുക്കൊരു ട്രാവൽ പ്ലാൻ ഉണ്ട്, നമുക്ക് ഒരിടത്തേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പല റോഡുകൾ തിരഞ്ഞെടുക്കാം, പല മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓരോ സ്ഥലവും എത്തുമ്പോൾ ആളുകളോട് ചോദിച്ച് നമുക്ക് പോവാം. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം. നമുക്ക് ഡെസ്റ്റിനേഷൻ കൃത്യമായിട്ട് അറിയാം, നമുക്ക് എവിടെ എത്തേണ്ടതെന്നറിയാം, നമുക്ക് ഇവിടുന്ന് എത്ര നേരമുണ്ട് അവിടേക്കെന്നറിയാം, എത്ര കിലോമീറ്ററുകൾ സഞ്ചരിക്കണമെന്നറിയാം, എവിടെയൊക്കെ ഭക്ഷണം കിട്ടുമെന്നറിയാം, എവിടെയൊക്കെ വെള്ളം കിട്ടുമെന്നറിയാം, എവിടെയൊക്കെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടെന്നറിയാം. ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കും. നമ്മൾക്ക് എത്താനുള്ള സമയത്ത് എത്തേണ്ടടുത്ത് നമ്മൾ എത്തുകയും ചെയ്യും. പക്ഷേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചോദിച്ച ഓരോ അന്വേഷണങ്ങളൊക്കെ നടത്തി ചെല്ലുന്ന സമയത്ത് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുമായിരിക്കും. പക്ഷെ ഒരുപാട് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പല ഫെസിലിറ്റിയും അവൈലബിൾ ആയി എന്ന് വരില്ല. അങ്ങനെ കുറേ പ്രോബ്ലംസ് നമ്മൾ നേരിടാൻ തയ്യാറായി വേണം ആ ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാൻ. ഏതായാലും നമ്മൾ ആർ പി എമ്മിനെ കുറിച്ച് പറയാം. റാപ്പിഡ് പ്ലാനിംഗ് മെത്തേഡ്. അതായത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്ര പെട്ടെന്ന് എത്താമോ അത്രയും പെട്ടെന്ന് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ആർ പി എം. ആർ പി എം എന്ന് പറയുമ്പോൾ അതിൽ റിസൾട്ട്, പർപ്പസ് ആൻഡ് മെത്തേഡ്, ഈ 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഉള്ളത്. അതിനെ വേണം നമ്മൾ ഒന്ന് ഇലാബറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു തത്വമുണ്ടല്ലോ. സോ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് തരുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇതിൽ റിസൾട്ടാണ് പ്രധാനം. നമ്മളുടെ അവസ്ഥ, കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകൾ എന്താണെന്നോ ഒന്നും നോക്കാൻ പാടില്ല. നമ്മൾക്ക് ഒരു റിസൾട്ട് നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതിൻ്റെ കൃത്യമായ പ്ലാനർ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഗോളിലേക്ക് ഇതുവഴി എത്താൻ സാധിക്കും. ഇനി ഞാൻ എന്താണ് ആർ പി എം എന്നും അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പറയാം. ഫസ്റ്റ് വൺ, റിസൾട്ട്. എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പോൾ ഒരു യാത്രയ്ക്ക് നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് വേണ്ടത്? ആ റിസൾട്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്പെസിഫൈ ചെയ്ത് പറയാമോ അത്രത്തോളം നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് എഴുതി വെക്കുക. അതായത് നിങ്ങൾക്ക് ഒരു വീട് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീട് വേണം, വാർക്കയുള്ള വീട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുനില വീട് വേണം, എത്രത്തോളമുള്ള വീട് വേണം, എങ്ങനെയുള്ള വീട് വേണം, ഏത് സ്റ്റൈല് വീട് വേണം, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എത്ര കിലോ എത്ര മാസത്തിനുള്ളിൽ കുറയ്ക്കണം. വെറുതെ ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്ന് എഴുതി വെച്ചാൽ പോരാ. എത്ര കിലോ എത്ര മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അതായത് നിങ്ങളുടെ GPS നിങ്ങൾ ഓൺ ആക്കാൻ പോവാണ്. നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാം, പക്ഷെ ആക്ഷൻ ഇല്ലാതെ പല മാനിഫെസ്റ്റേഷൻസും നടക്കില്ല എന്നുള്ളതാണ് സത്യം. എത്രത്തോളം നിങ്ങളുടെ റൂട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുന്നോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമായി അറിയാമോ അത്രത്തോളം സ്പീഡിൽ കാര്യങ്ങൾ നടക്കും. രണ്ടാമത്തെ കാര്യം, പർപ്പസ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണം? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും നാട്ടുകാരെ കാണിക്കാൻ അല്ലെങ്കിൽ ബന്ധുക്കാരെ കാണിക്കാൻ ഒന്നും നിങ്ങൾ എഴുതി വെക്കാതിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഈ ലക്ഷ്യം ലഭിക്കുന്നതോടെ എന്ത് മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പോസിറ്റീവ്ലി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 4 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ വെയിറ്റ് 5 കിലോ അല്ലെങ്കിൽ 10 കിലോ കുറയ്ക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ കൂടുതൽ ഹെൽത്തി ആവുകയാണ് അല്ലേ? അതായത് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള പർപ്പസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഹെൽത്തി ആവുകയാണ് അല്ലേ? അപ്പോൾ അതൊരു പോസിറ്റീവ് പർപ്പസ് ആണ്. നിങ്ങളുടെ മക്കളുടെ കൂടെ നിങ്ങൾക്ക് ടയേർഡ് ആവാതെ കളിക്കാൻ പറ്റും, അതൊരു പോസിറ്റീവ് പർപ്പസ് ആണ്. നിങ്ങൾക്കൊരു വീട് വേണം, അതാണ് നിങ്ങളുടെ റിസൾട്ട് എങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു വീടാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം, നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട. നിങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കുട്ടി ഭിത്തിയിലൊന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ സാധിക്കില്ല അല്ലേ? അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ വന്നേക്കാം, അയ്യോ കുട്ടി ഇങ്ങനെ ഭിത്തിയൊക്കെ നശിപ്പിക്കുകയാണല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ നിങ്ങൾ സ്വന്തം വീടാണെങ്കിൽ നിങ്ങൾക്കൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാം. അതൊരു വലിയ പർപ്പസ് തന്നെയാണ്. അതായത് നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഇമോഷൻ വേണം, നിങ്ങളുടെ റിസൾട്ടിനോട് നിങ്ങൾക്കൊരു ഇമോഷൻ വേണം. മോട്ടിവേഷൻ പോരാ, കാരണം മോട്ടിവേഷൻ അത് നഷ്ടപ്പെടും. പക്ഷെ ഇമോഷൻ, നിങ്ങൾക്ക് അതുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്കത് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ ഇമോഷൻ വേണം നിങ്ങളെ കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യിക്കാൻ. മൂന്നാമത്തേത് എം, മാസീവ് ആക്ഷൻ പ്ലാൻ. അതായത് നിങ്ങൾ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വെയിറ്റിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. എല്ലാ ദിവസവും നിങ്ങൾ 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. എന്ത് വർക്കൗട്ടുകൾ ചെയ്യണം? യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണോ? ജിമ്മിൽ പോകണോ? പേഴ്സണൽ ട്രെയിനിങ് എടുക്കണോ? എന്ത് വേണം? അത് നിങ്ങൾ തീരുമാനിക്കുക, അത് നിങ്ങളുടെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം ഒഴിവാക്കണം? നിങ്ങളുടെ ശരീരത്തിന് പറ്റാത്ത എന്തെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടോ? നിങ്ങളുടെ വാട്ടർ ഇൻടേക്ക്, നിങ്ങൾ വെള്ളം കുടിക്കുന്ന അളവ് എത്രയാണ്? അതിലെങ്ങനെ മാറ്റം വരുത്തണം? നിങ്ങൾ അതൊരു പ്ലാൻ ആയിട്ട് തന്നെ തയ്യാറാക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാൻ മിസ് ചെയ്യാൻ തോന്നും. ആ തോന്നലിനെ മറികടക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ എന്തുകൊണ്ടാണ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഇമോഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഐഡിയാസും നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളൊന്നും ജഡ്ജ് ചെയ്യണ്ട, നിങ്ങളൊന്നും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട, ജസ്റ്റ് എല്ലാം എഴുതി വെക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അത് മുഴുവൻ എഴുതി വെക്കുക. ജസ്റ്റ് നിങ്ങളുടെ ബ്രെയിൻ ഡംപിംഗ് ആണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ ആശയങ്ങൾ വരുന്നോ എഴുതുക. ചിലപ്പോൾ നിങ്ങളൊരു 10-20 ആക്ഷൻസ് എഴുതി വെക്കും, പക്ഷേ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലാണ് വർക്കൗട്ട്, ഡയറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഫുഡ് കഴിക്കുക. നിങ്ങൾക്കിപ്പോൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കാം, അത് മാത്രം മതി. വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് 3 എണ്ണം സെലക്ട് ചെയ്യാം. ഈ 3 കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കത് ഷെഡ്യൂൾ ചെയ്യാം. ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ മൊബൈലിൽ ഷെഡ്യൂൾ ചെയ്യാം, ബുക്കിൽ ഷെഡ്യൂൾ ചെയ്യാം, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് ഇത് ചെയ്യുമെന്ന് തീരുമാനിച്ചാലും മതി. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യം എന്തും ആവാം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ എന്നൊന്നുമില്ല. റിലേഷൻഷിപ്പുകൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണെങ്കിൽ അത് തീരുമാനിക്കാം. നിങ്ങളോടുള്ള സെൽഫ് ലവ് കൂട്ടണം എന്നുള്ളതാണെങ്കിൽ അത് തീരുമാനിക്കാം. നിങ്ങളുടെ അപ്പിയറൻസിലുള്ള മാറ്റമാണെങ്കിൽ അത് തീരുമാനിക്കാം. എന്ത് വേണമെങ്കിലും ആക്കാം. അത് ഫിനാൻസ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, എന്തും ആയിക്കോട്ടെ. നിങ്ങളിപ്പോൾ തന്നെ ഒരു ബുക്ക് എടുക്കുക, നിങ്ങളുടെ ബ്രെയിൻ ഡംപ് ചെയ്യുക, ഞാൻ പറഞ്ഞ മെത്തേഡിലൂടെ കാര്യങ്ങൾ എഴുതി വെക്കുക, ഇമോഷൻ കണ്ടെത്തുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റുമായിട്ട് കാണാം. ബൈ.